നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കിടിയിൽ നിന്ന് ഷോക്കേറ്റ് 15കാരൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി ജില്ലാ ക്രൈംബ്രാഞ്ച്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അറിയാൻ റിമാൻഡിലുള്ള മുഖ്യപ്രതി വിനീഷിന്റെ ഫോൺ രേഖകൾ ശേഖരിക്കും. വൈദ്യുതി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. അതേസമയം നിലമ്പൂർ അപകടം ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ ആയുധമാക്കുകയാണ് മുന്നണികൾ. വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF നടത്തുന്ന മാർച്ചും KCB ഓഫീസിലേക്ക് UDF മാർച്ചും ഉടൻ നടത്തും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഈ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഒരുപോലെ രാഷ്ട്രീയമായി അവിടെ ഉപയോഗിക്കുകയാണ് ഇരു മുന്നണികളും. എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്? ഒപ്പം ഇതിന്റെ അന്വേഷണം സംബന്ധിച്ച് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ബെൻസൺ? ലക്ഷ്മി പത്മ, വഴിക്കടവ് വെള്ളക്കട്ടയിലെ അനന്തു എന്ന 15 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിയായി അറസ്റ്റിലായി റിമാൻഡിലായിട്ടുള്ള വിനീഷിന്റെ കൂടുതൽ ബന്ധങ്ങൾ, ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പന്നികളെ കെണിവെച്ച് പിടിച്ച് അത് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരം കേസുകളിൽ പങ്കുണ്ട്. ഈ പ്രത്യേക കേസിൽ, അനന്തുവിന്റെ കേസിൽ മാത്രമല്ല, ഇയാൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, പ്രത്യേകിച്ചും ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ കെണിവെക്കുന്ന സമയത്ത് മറ്റാളുകൾ സഹായത്തിനുണ്ടായിരുന്നു എന്നീ കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ആരോപണമായി ഉയർന്നു വന്നിരുന്നത് ഇയാളുടെ രാഷ്ട്രീയ ബന്ധമായിരുന്നു. UDF-ഉമായി അടുത്ത ബന്ധം, അല്ലെങ്കിൽ കോൺഗ്രസുമായി, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇയാൾ ആദ്യം വിളിച്ചതും ആ സ്ഥലത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ആയിരുന്നു, ആ വാർഡ് മെമ്പറെ ആയിരുന്നു എന്ന ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുന്നതിനായി ഈ പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നു. മുൻ ദിവസങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോളുകൾ ആരെയൊക്കെയാണ്, അത് ഏതെല്ലാം നിലയ്ക്കാണ് എന്ന കാര്യങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയം അതിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അനന്തുവിന്റെ മരണം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തന്നെയാണ് പ്രധാനമായും വരുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം വഴിക്കടവിലും നിലമ്പൂരിലുമായി ഉണ്ട്. വഴിക്കടവിൽ അവിടെ പഞ്ചായത്തിലേക്ക് LDF-ന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. അവരുടെ ആരോപണം ഈ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. കാട്ടുപന്നികൾ പെറ്റുപെരുകുമ്പോൾ അവയെ വെടിവെച്ച് കൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരമുണ്ട്, എന്നാൽ അത് ഉപയോഗിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് LDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം പഞ്ചായത്തിലേക്ക് നടക്കുന്നത്. PB അംഗം വിജയരാഘവനാണ് ആ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ വഴിക്കടവ് KSCB ഓഫീസിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാരണം ആ പ്രദേശത്തെ കുടുംബം, ഈ അനന്തുവിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും പല ആവർത്തി ഇത്തരത്തിൽ ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അനധികൃതമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പരാതി നൽകിയിട്ടും അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തതിനാണ് KSCB ഓഫീസിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് BJP-യുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. അതിൽ K. സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ആ ഒരു മാർച്ച് നടക്കുന്നത്. അങ്ങനെ അനന്തുവിന്റെ മരണം അത് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. നിരവധി നേതാക്കൾ, UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും പ്രമുഖ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിലുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയ ആളുകളാണ്. അപ്പോൾ പ്രചാരണം ആ നിലയ്ക്ക് തന്നെ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള, K. മുരളീധരൻ അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 5ലധികം മന്ത്രിമാർ LDF ക്യാമ്പിൽ ഇന്ന് പ്രചാരണത്തിന്റെ ഭാഗമായി 5ലധികം മന്ത്രിമാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വനം മന്ത്രി AK. ശശീന്ദ്രൻ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെത്തും. 3 പഞ്ചായത്തുകളിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോടടക്കം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം. തീർച്ചയായും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച വിഷയം വലിയ തോതിൽ നിലമ്പൂരിൽ കത്തുകയാണ്. ഇരു മുന്നണികളും വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, LDF KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു, വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തുന്നു, KCB ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തുന്നു. ഇങ്ങനെ ആ വിഷയം ഇരു മുന്നണികളും നിലമ്പൂരിൽ കത്തിച്ചു നിർത്തുക തന്നെയാണ്.